നമ്മളിന്ന് പോകുന്നത് ഒരു തീയങ്കെട്ട് ഉത്സവത്തിനാണ്. വളരെ ഒരു സാധാരണ വഴികളിലൂടെ ആണ് നമ്മൾ ഇവിടത്തേക്ക് കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തീയങ്കെട്ട് ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇത് കാസർഗോഡ് ബേളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താണത്തിങ്കൽ തറവാട്ടിലാണ് വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട് ഉത്സവം നടക്കുന്നത്. ഇതാണ് മറക്കളം എന്ന് പറയുന്നത്. ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ദൈവത്തിനെ നമ്മൾ കെട്ടിയാണ് ദൈവത്തിൻ്റെ ആയുധങ്ങളും വെക്കാൻ വേണ്ടി ഒരു മറക്കളം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് നമ്മളെ വയനാട്ട് കുലവനും കണ്ടാനക്കേളം ദൈവങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ തെയ്യങ്കെട്ട് ഉത്സവം നടത്തുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ചാണകമൊക്കെ അടിച്ചമർത്തിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. മറക്കളം സൃഷ്ടിച്ചിട്ട് അവിടെയാണ് നമ്മൾ തെയ്യം കെട്ടി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടനാർക്കേളം ദൈവത്തിൻ്റെ മുഖത്തെഴുത്താണ്. ഈ കെട്ടിയാടുന്ന തെയ്യമാണ് കണ്ടനാർക്കേളൻ, കോരച്ചൻ, കാരണവർ ദൈവം, അതുപോലെ വയനാട്ട് കുലവൻ, വിഷ്ണുമൂർത്തി അവസാനം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വിഭവസമൃദ്ധമായ അന്നദാനമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളും ക്യൂവിലിങ്ങനെ നിന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഭക്ഷണശാലയിലെത്താൻ സാധിച്ചു. അപ്പോൾ ഒരു വലിയൊരു ഭക്ഷണശാല തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്നൊരു ഉത്സവം. അപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ച് അതൊരു വലിയൊരു പെരുങ്കളിയാട്ടം പോലെ ആക്കി മാറ്റുക അതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തോടൊപ്പമുള്ള പന്നിയിറച്ചിയാണ്. അതുപോലെ വളരെ എന്താ പറയുക രസകരം, വളരെ രുചികരമേറിയ ഒരു ഭക്ഷണമാണ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചത്. കണ്ടനാർക്കേളം ദൈവത്തിൻ്റെ പുറപ്പാടാണ് നമ്മൾ കാണുന്നത്. കണ്ടനാർക്കേളം ദൈവത്തിൻ്റെ പുറപ്പാടാണ് നാം കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഓടി വരുന്നത് ആ ഒരു ദേശത്തെ വിവിധ ആചാരക്കാരുകൾ ദൈവത്തിൻ്റെ പുറപ്പാട് സമയത്ത് ഈ മറക്കളത്തിലേക്ക് ഓടി വരികയും നമ്മുടെ തൊട്ടടുത്ത നമ്മൾ നേരത്തെ കാണിച്ച ക്ഷേത്രമുണ്ട്, പ്രധാന ക്ഷേത്രത്തിൽ നിന്നും മറക്കളത്തിലേക്ക് വലം വെക്കുകയും ഇത് നോറ്റിരിക്കുന്ന വ്യക്തി തെയ്യത്തിനൊരു ബാനം കൊടുക്കൽ ചടങ്ങുണ്ട്. എല്ലാ ആചാരക്കാരുടെ ചുറ്റും ആചാരക്കാരും അനുനയിച്ചുകൊണ്ട് ദൈവത്തിന് ബാനം കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. പീഠത്തിലിരിക്കുന്ന ദൈവം താഴെ ഇറങ്ങണമെങ്കിൽ ബാനം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ തെയ്യം പുറപ്പെടുകയുള്ളൂ. പീഠത്തിൽ നിന്ന് താഴെ കഴിഞ്ഞ് തെയ്യം പുറപ്പെടുകയേ ചെയ്യുള്ളൂ. ഈ വളരെ ആചാര സവിശേഷതകൾ നിറഞ്ഞ ബാനം കൊടുക്കൽ ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കണ്ടനാർക്കേളം ദൈവത്തിൻ്റെ കഥകളെല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും പയ്യന്നൂർ കുന്നരു എന്ന പ്രദേശത്ത്, രാമന്തലിക്കടുത്ത കുന്നരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായിരുന്ന മേലകത്ത് ചക്കിക്കൊരു കുട്ടി ജനിക്കുകയും അവന് കേളൻ എന്ന പേര് കൊടുക്കുകയും ചെയ്യും. കേളൻ ബുദ്ധി കൊണ്ടും വീര്യം കൊണ്ടും സ്വന്തം അമ്മയെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ രാമന്തളി പ്രദേശത്തെ തങ്ങളുടെ എല്ലാ കൃഷിയിടങ്ങളും സമ്പൽ സമൃദ്ധമാക്കി. അതുകൊണ്ട് അമ്മ ചക്കി തൻ്റെ സ്ഥലത്തെ വയനാടുള്ള സ്ഥലത്ത് പൂങ്കുനം എന്ന വനം കാടുകളൊക്കെ വൃത്തിയാക്കി അവിടെ കൃഷിയോഗ്യമാക്കണമെന്ന് കേളനോട് ആവശ്യപ്പെടുകയും ആവശ്യപ്രകാരം വയനാട്ടിലേക്ക് പോവുകയും അവിടുത്തെ പൂങ്കുനങ്ങൾ കാടുകൾ തീയിടാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉള്ള 4 കാടുകളും ഓരോന്നായി കേളൻ തീയിടുകയും ആ തീയിലൂടെ ഓടിക്കളിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് പോയി കേളനത് വളരെ താല്പര്യപ്പെടുകയും ഇത് ആവർത്തിക്കുകയും ചെയ്തു. അവസാനത്തെ പൂങ്കുനത്തിലും തീയിടുന്ന സമയത്ത് 4 ദിക്കുകളിൽ നിന്നും കാറ്റ് വരികയും തീ മൊത്തം ആളിപ്പടർന്നു. അവസാനം കാറ്റ് വരികയും തീ ആകെ പടരുകയും ചെയ്തു. ഏക ആശ്രയമായിരുന്ന ആ കാടിലെ ഒരു നെല്ലിമരം കാണുകയും ആ നെല്ലിമരത്തിൽ കേളൻ ആഞ്ഞു കയറുകയും ചെയ്തു. അങ്ങനെ അതിൽ കുറേ സമയം കേളൻ പിടിച്ചിരുന്നു. അവസാനം തീയാകെ നെല്ലിമരത്തിലേക്കും പടരാൻ തുടങ്ങി. നെല്ലിമരത്തിലിരുന്ന 2 സർപ്പങ്ങളായിരുന്ന കാളി, കരാളി എന്നീ സർപ്പങ്ങൾ നേരെ കേളൻ്റെ മേൽ പാഞ്ഞു കയറുകയും കേളൻ ആ സർപ്പങ്ങളുടെ ദംഷ്ടനത്തിൽ
മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ആ വഴി മാറിൽ നായാടി ഭാഗങ്ങളുമായി വെണ്ണീരായി കിടന്ന കേളനെ കാണുകയും ദേവൻ തൻ്റെ പുറങ്കാലുകൾ കൊണ്ട് വെണ്ണീരിൽ ചവിട്ടുകയും ചെയ്തു. തൻ്റെ പുറങ്കാൽ പിടിച്ച് കേളൻ എണീക്കുകയും ഒരു പുനർജന്മം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ താൻ കണ്ടതുകൊണ്ട് പിന്നീട് കണ്ടനാർ കേളൻ എന്ന പേരിൽ അറിയപ്പെടുകയും സ്വന്തം സഹചാരിയായിട്ട് കേളനെ ഒപ്പം കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തെയ്യംകെട്ട് ഉത്സവത്തിൽ വയനാട്ടുകുളുവൻ്റെ കൂടെ കണ്ടനാർ കേളന് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. തെയ്യംകെട്ട് ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ബൊപ്പടൽ ചടങ്ങ്. ഇത് കണ്ടനാർ കേളനുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങാണ്. ഉത്സവത്തോടനുബന്ധിച്ച 2-3 ദിവസം മുമ്പേ തന്നെ അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ കാടുകളിൽ പോയി പന്നി, മലയെണ്ണ അതുപോലുള്ള മൃഗങ്ങളെ നായാടി ദേവന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ മൃഗങ്ങളെ നേരെ ദേവന് മുമ്പിൽ ഈ തെയ്യംകെട്ട് ഉത്സവത്തിൻ്റെ ആരംഭത്തിൻ്റെ തലേന്ന് തെയ്യത്തിൻ്റെ വെള്ളാട്ടമുണ്ടാവും. ആ രാത്രി വെള്ളാട്ടത്തിന് മുമ്പിലാണ് ഈ നായാടി വന്ന മൃഗങ്ങളെ സമർപ്പിക്കുന്നത്. അതിനുശേഷം കേളൻ്റെ സ്പർശനം ഈ മൃഗങ്ങളിന്മേൽ, നായാടി വന്ന മൃഗങ്ങളിന്മേൽ സ്പർശിച്ചുകൊണ്ടും മാത്രമേ പിന്നീട് ഈ മൃഗങ്ങളെ നായാടുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഇത് വർഷങ്ങളായുള്ളൊരു ചടങ്ങായതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു നിയമവ്യവസ്ഥകളൊക്കെ അതിന് സഹകരിച്ചു പോകുന്നു. തെയ്യംകെട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ഒരു നായാട്ടിനൊരു പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ തെയ്യംകെട്ട് ഉത്സവം കാണേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലും കണ്ട് അതിൻ്റെ അനുഭവങ്ങൾ, ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ തെയ്യംകെട്ട് ഉത്സവം. അപ്പോൾ ഈ കേളൻ കഴിഞ്ഞ് വയനാട്ടുകുളുവൻ ദൈവം ഇങ്ങോട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് തെയ്യംകെട്ട് ഉത്സവത്തിൽ വയനാട്ടുകുളുവൻ. വയനാട്ടുകുളുവൻ ദൈവം പുറപ്പെടുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നും ദൈവം ഇങ്ങോട്ട് മറക്കളത്തിലേക്ക് വരുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. അപ്പം ആൾക്കാരൊക്കെ അത്രയേറെ സമയം കാത്തിരുന്നുകൊണ്ടാണ് ഈ ദൈവത്തിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തിരുന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. വയനാട്ടുകുളുവൻ ദൈവത്തിൻ്റെ പുറപ്പാടാണ് കാണുന്നത്. നേരത്തെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആചാരക്കാരൊക്കെ വരികയും ദൈവത്തിന് ചുറ്റും വലം വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടനാർ കേളൻ്റെ ദൈവത്തിന് വയനാട്ടുകുളുവൻ ദൈവത്തിനും ബാനം കൊടുക്കുന്ന ചടങ്ങുണ്ട്. ബാനം കൊടുത്തതിന് ശേഷം തെയ്യം പീഠത്തിൽ നിന്നിറങ്ങുകയും നമ്മുടെ പ്രധാന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൂടെ ആചാരക്കാർ ദൈവത്തെ അനുനയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ വളരെ ദൈവത്തിനെ കാണാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ തെയ്യംകെട്ട് ഉത്സവത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് വയനാട്ടുകുളുവൻ ദൈവം നമ്മുടെ മറക്കളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വയനാട്ടുകുളുവൻ ദൈവത്തിൻ്റെ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ ഒരു തെയ്യംകെട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ടത് പരാമർശിക്കേണ്ടതുണ്ട്. കൈലാസത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും മധു ഊറി വരുന്ന കണ്ട പരമശിവൻ ആ മധു കൊടുക്കുകയും മത്തവിലാസം ശിവഭ്രാന്താടുകയും ചെയ്തു. ഇത് കണ്ട പാർവതി ഭയപ്പെടുകയും വളരെ ദേഷ്യത്തോട് തന്നെ ആ ഊറി വരുന്ന മധു തൻ്റെ ദിവ്യശക്തിയോടുകൂടി അത് തടുക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരു മധു കുടിക്കാൻ വന്ന ശിവൻ മധു കാണാതാവുകയും ദേഷ്യം കൊണ്ട് ജട പറിച്ച് തൻ്റെ തുടയിലടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവ്യൻ ഉണ്ടാവുകയും ആ ദിവ്യനെ കൊണ്ട് തൻ്റെ തനി കുടിക്കാനുള്ള മധു ശേഖരിച്ചു കൊണ്ടുവരണമെന്ന് പറയും. നിത്യവും മധു ശേഖരിച്ച് പരമശിവന് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ദിവ്യനും മധുപാനം ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട പരമശിവൻ ദിവ്യനെ വിലക്കി തൻ്റെ കദളി വനത്തിലെ മധു ഒരിക്കലും കുടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതും നിരസിച്ചു. കദളി വനത്തിലെ മധു പാനം ചെയ്യുകയും ശിവകോപത്താൽ ഇരയാവുകയും ചെയ്തു. ശിവകോപത്താൽ കണ്ണുകൾ പൊട്ടി മധുകുംഭത്തിൽ വീഴുകയും ചെയ്ത ദിവ്യൻ ശിവൻ മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ പൊന്മകന് ചൂട്ടും കണ്ണും കൊള്ളുന്നത് അങ്ങനെ വയനാട്ടുകുളുവൻ ദൈവത്തിൻ്റെ പരിസമാപ്തിയോടുകൂടി തെയ്യംകെട്ട് ഉത്സവം അവസാനിപ്പിക്കുകയും വളരെ
മാസങ്ങളോളം നീണ്ട ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ഒരു ഉത്സവമാണ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നത്. അത്രയേറെ സവിശേഷതകളും പരമ്പരാഗത രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ കെട്ടിയാടുന്ന ഈ ഒരു തെയ്യംകെട്ട് ഉത്സവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ ഒരിക്കലത് കാണണം, അവിടെ അന്നദാനം കഴിക്കണം. അത്രയും സവിശേഷതകൾ ഈ ഒരു തെയ്യംകെട്ട് ഉത്സവത്തിന് ഉണ്ട്. ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്സവമാണ് തെയ്യംകെട്ട് ഉത്സവം.